നമസ്കാരം. വോയിസ് ഓഫ് ഡൈനാമൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മെഗാസ്റ്റാർ മമ്മൂക്ക അഭിനയിച്ച് ഡിനു ഡെന്നീസിൻ്റെ സംവിധാനത്തിൽ വിഷു ചിത്രമായി റിലീസ് ചെയ്ത ബസൂക്ക എന്ന സിനിമയുടെ ഒരു കുഞ്ഞ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് കാലത്ത് 9 മണിക്ക് ആയിരുന്നു ഷോ. ഫാൻസ് ഷോ ഒന്നുമല്ല, നോർമൽ ഷോ തന്നെയായിരുന്നു. വളരെ പ്രതീക്ഷയോടെ, വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രമായിരുന്നു ബസൂക്ക. സ്റ്റൈലിഷ് കഥാപാത്രങ്ങളെ എന്നും ഗംഭീരമാക്കിയ മമ്മൂക്കയുടെ ഈ അടുത്ത കാലത്ത് ഒത്തിരി സിനിമകൾ അദ്ദേഹം വ്യത്യസ്തത കൊണ്ടുവരികയും തുടർന്ന് ബസൂക്ക എന്ന സിനിമ ഏത് ജാനറിലാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള പടമായിരിക്കും എന്ന ആകാംക്ഷ ഒരു സാധാരണ പ്രേക്ഷകരെ പോലെ എനിക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷയുടെ പുറത്ത് തന്നെയാണ് ഇന്ന് സിനിമ കാണാൻ പോയതും. ഇന്ന് ബസൂക്ക മാത്രമല്ല, ആലപ്പുഴ ജിംഖാന, മരണമാസ്, അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി എന്നീ ചിത്രങ്ങളെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യം കണ്ടത് ബസൂക്കയാണ്. ഒരു ഗെയിം ത്രില്ലറാണ് എന്നതിൻ്റെ സംവിധായകൻ പറഞ്ഞിരുന്നു. നമ്മൾ കുറേ ഇൻ്റർവ്യൂയിലും പല സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ടതും അങ്ങനെ തന്നെയായിരുന്നു. മലയാള സിനിമയ്ക്ക് ഒത്തിരി പുതിയ സംവിധായകരെ സമ്മാനിച്ച മമ്മൂക്ക ഇത്തവണ ഡിനു ഡെന്നീസ് എന്ന പുതുമുഖ സംവിധായകനിലൂടെ ഒരു പരീക്ഷണ ചിത്രമായിട്ട് തന്നെയാണ് ഈ വന്നിരിക്കുന്നത്. ഒരു മൈൻഡ് ഗെയിം ത്രില്ലർ, ഒരു മൗസ് ആൻഡ് ക്യാറ്റ് ഗെയിം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഗെയിമിലൂടെ കുറ്റവാളിയെ കണ്ടെത്തുക, അങ്ങനെ ഒരു സിസ്റ്റമാണ്. ഞാൻ ഈ മലയാള സിനിമയിൽ നല്ല അധികം കാണാത്തൊരു ജേണറിൽപ്പെട്ടൊരു പടമായിരുന്നു. ഒരു വ്യത്യസ്തത ഫീൽ ചെയ്തു. അതിൽ തന്നെ ക്ലൈമാക്സിലൊരു 10-20 മിനിറ്റോളം വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. കുറച്ച് ക്യാമിയോ റോളുണ്ട്. അതുപോലെ എന്താ പറയുക, അതിനകത്ത് മമ്മൂക്കയുടെ ഗെറ്റപ്പ് 2-3 ഗെറ്റപ്പ് ഉണ്ട്. അത് നമ്മുടെ ഡയറക്ടർ അദ്ദേഹത്തിന് അതിൽ അഭിനയിച്ചിട്ടുള്ള സിദ്ധാർത്ഥ ഭരതൻ പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്കക്ക് ഇതിൽ മറ്റൊരു ഗെറ്റപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സിനിമ കാണൂ. ഇന്ന് ബസൂക്ക മാത്രമല്ല, ആലപ്പുഴ ജിംഖാന, അതുപോലെ മരണമാസ്, ബേസിൻ്റെ മരണമാസ്, അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി, അങ്ങനെ കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും പടം ഒരു വ്യത്യസ്ത കോൺസെപ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ ന്യൂജൻ പിള്ളേർക്ക് ഈ പടങ്ങൾ, ഇതിൻ്റെ കോൺസെപ്റ്റ്, ഇതിൻ്റെ ആ കഥ പോകുന്ന രീതി, അവർക്കൊക്കെ ഈ കഥ പെട്ടെന്ന് കണക്റ്റ് ആവും. ഡിനു ഡെന്നീസ് എന്ന ഒരു പുതുമുഖ സംവിധായകൻ്റെ, ഒരു പുതുമുഖ ഡയറക്ടറാണെന്ന് നമുക്ക് ഫീൽ ചെയ്യാത്ത അത്ര നല്ല ക്വാളിറ്റി മേക്കിംഗ് ആണ്. അറിന് പണിതിട്ടുണ്ട്. മമ്മൂക്ക അറിന് കൊടുത്തിട്ടുണ്ട്. ആൾക്ക് അത് നന്നായിട്ട് നല്ല കോൺഫിഡൻറ്റ് കൊടുത്തതിൻ്റെ റിസൾട്ട് എല്ലാം പടത്തിൽ കാണുന്നുണ്ട്. അതിൻ്റെ BGM ആണെങ്കിലും, അതിൻ്റെ സിനിമോട്ടോഗ്രാഫി ആണെങ്കിലും, സ്ക്രീൻ പ്ലേ ആണെങ്കിലും, എല്ലാ മേഖലയിലും പടം നല്ലൊരു മികച്ചൊരു ദൃശ്യാനുഭവം തന്നെയായിരുന്നു. തിയേറ്ററിൽ ഇത് കാണേണ്ട ഒരു പടം തന്നെയാണ്. മമ്മൂക്കയുടെ മറ്റൊരു വ്യത്യസ്ത കഥാപാത്രം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സിനിമ എന്തായാലും കാണാം. ഇതൊരു ചിത്രമായിട്ട് തന്നെയാണ് എനിക്ക് ഉണ്ടായത്. നിങ്ങൾ പോയി ചിത്രം കാണും. ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ്, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.